ഏറ്റവും ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹുവിന്റെ സകലവിധ കരുണാകടാക്ഷങ്ങളും നമ്മെല്ലാവരിലും അവൻ സദാ വർഷിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ മാസം അതിന്റെ അവസാനത്തെ മണിക്കൂറുകളിലേക്ക്, ദിവസങ്ങളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. പരിശുദ്ധ റമളാൻ മാസം പടി ഇറങ്ങുമ്പോൾ ധാരാളം പ്ലാനുകളുമായി, ആസൂത്രണവുമായി ഈ പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിലവിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 10-24 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുവെക്കാൻ പറ്റിയ മുഹൂർത്തങ്ങൾ, നിമിഷങ്ങൾ, അങ്ങനെ ഒന്ന് എടുത്തു വെക്കുവാൻ ഈ പരിശുദ്ധ റമളാനിൽ ഉണ്ടോ എന്ന അന്വേഷണത്തോടു കൂടിയായിരിക്കണം ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ആവേശത്തോടുകൂടി തുടർന്നുള്ള ദിനരാത്രങ്ങളെ ഏറ്റെടുക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച വീഴ്ചകൾ അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവസാനത്തെ നന്നാക്കുക എന്നത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആവശ്യപ്പെട്ട ഒരു സംഗതിയാണ്. പൊതുവെ അവസാനത്തിലെത്തുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവും. ജോലി ചെയ്ത് അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ തീർന്നല്ലോ, അവസാനത്തെ റക്അത്തിൽ തയ്യാത്തിനിരിക്കുമ്പോൾ കഴിയാനായി. ഇങ്ങനെ ഏത് പ്രവർത്തനം നമ്മൾ നടത്തുമ്പോഴും അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്നിങ്ങനെ വൈൻഡപ്പ് ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഉണ്ടാവുക. പക്ഷെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തിം എന്നാണ്. അവസാനം പരിഗണിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുക. ഫസ്റ്റ് റൗണ്ടിൽ നന്നായി കളിച്ചു, ക്വാർട്ടർ ഫൈനലിൽ തോറ്റുപോയി. അത്തരം ടീമുകൾക്ക് വിന്നേഴ്സിനുള്ള ട്രോഫി കൊടുക്കുവാൻ വകുപ്പില്ല. സെക്കൻഡിന്റെ ഒരു അംശം കൊണ്ടാണ്, സെക്കൻഡിലെ ഒരു അംശം, PT ഉഷയ്ക്ക് മെഡൽ നഷ്ടപ്പെട്ടത് ഒരു ചെറിയ വ്യതിയാനത്തിലാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തിലെത്തുമ്പോ തുടക്കത്തിലെ പെർഫോമൻസ് ശക്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകാതെ പോകും എന്നുള്ളത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്റെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥന തന്നെ അല്ലാഹുവേ എന്റെ അവസാനം, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറ, എന്റെ ആയുസ്സിന്റെ ഏറ്റവും അവസാനം നീ നന്നാക്കി തരണമേ. വഖൈറ അമലി ഖവാത്തിമ, എന്റെ പ്രവർത്തനങ്ങളുടെ അതിന്റെ അവസാനം നീ നന്നാക്കി തരണമേ. അതുപോലെ തന്നെ വഖൈറ അയ്യാമി യൗമ അൽഖാഖ്, എന്റെ ദിവസങ്ങളിൽ നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം. അല്ലാഹുവേ എന്റെ അവസാനത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, നിന്നെ കണ്ടുമുട്ടുന്ന ദിവസം, ആ ദിവസമായിരിക്കണം എന്റെ ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായത്. അവസാനം നന്നാക്കുക എന്ന് പറയുന്നത് അത് ഇസ്ലാമിന്റെ ഒരു തേട്ടമാണ്. അപ്പൊ ആ നിലക്ക് പരിശുദ്ധ റമളാൻ അതിന്റെ അവസാനത്തോടെടുക്കുമ്പോൾ ഒരു പെരുന്നാൾ മൂഡിലേക്ക് പൊതുവെ
ആളുകൾ മാറാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലബാർ പ്രദേശം അതിന് വലിയ താല്പര്യം കാണിക്കുന്നവരാണ്. 27 രാവും കൂടെ കഴിഞ്ഞാൽ പിന്നെ റമളാൻ കഴിഞ്ഞു എന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നുപോകും. അവിടെയാണ് ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ റമളാനിന്റെ അവസാനത്തെ മിനിറ്റ് വരെ, അവസാനത്തെ സെക്കൻഡ് വരെ നമ്മുടെ നാവുകളിലൂടെ അള്ളാഹുവിന്റെ ദിക്റിനാൽ നാവുകൾ നനഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മഗ്ഫിറത്തിന് തേടിക്കൊണ്ട് ഇബാദത്തുകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, ദിക്റുകളിലൂടെ കഴിച്ചുകൂട്ടുവാൻ കഴിയുക എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തൃപ്തിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ജീവിതമാണ്. ആരുടെയെങ്കിലും ഒരു തൃപ്തി നേടണം എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഒരു എയിം, എന്തിനു വേണ്ടി ജീവിക്കുന്നു, ഒരാൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മളൊക്കെയും പ്രവർത്തനങ്ങൾ നടത്തുക. അതിൽ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യൻ ചിന്തിക്കുന്നത് മനുഷ്യരുടെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. റിളന്നാസ്, ജനങ്ങളുടെ തൃപ്തി. പുതിയ കാലഘട്ടത്തിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ ലൈക്കുകൾക്ക് വേണ്ടി ജീവിക്കുക. ലൈക്കുകൾ കിട്ടണം. 1 മില്യൺ ലൈക്ക് കിട്ടുന്നതിനിടയിൽ ഒരാൾ ഡിസ്ലൈക്ക് ചെയ്താൽ, ഇങ്ങനെ കൈ ഇട്ടാൽ അതാരാ, എന്താണ് പ്രശ്നം? ഇത് നമ്മെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ആളുകളുടെ ലൈക്ക് കിട്ടുക, അത് ഇണയുടേതാകാം, ഭർത്താവിന്റെ, ഭാര്യയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ, അതുപോലെ തന്നെ അയൽവാസികളുടെ, കൂട്ടുകാരുടെ, നാട്ടുകാരുടെ, നേതാക്കളുടെ, സഹപ്രവർത്തകരുടെ. നാം ആരുടെ കൂടെയാണോ ജീവിക്കുന്നത് എങ്കിൽ അവരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി വല്ലാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി സമയം മാറ്റിവെക്കുന്ന, അതിനുവേണ്ടി സമ്പത്ത് മാറ്റിവെക്കുന്ന ഒരു തരത്തിലാണ് പലപ്പോഴും ആളുകൾ മുന്നോട്ട് പോകാറുള്ളത്. ജുഹായുടെ ഒരു കഥയിൽ പറയുന്നുണ്ട്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും കൂടെ ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യാം. അപ്പൊ രണ്ടുപേരും കഴുതപ്പുറത്ത് യാത്ര ചെയ്യാം. അപ്പൊ ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്, ഈ മിണ്ടാപ്രാണിയോട് നിങ്ങൾക്കൊരു കാരുണ്യമില്ല. അപ്പോ ജുഹാ അദ്ദേഹത്തിന്റെ മകനെ കഴുതപ്പുറത്ത് കയറ്റി, എന്നിട്ട് യാത്ര ചെയ്യാൻ. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങി, ഈ മകൻ എന്ത് മകനാ, വാപ്പയെ പൊരി വെയിലത്ത് നടത്തിക്കൊണ്ടാണല്ലോ ഈ മകൻ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത്, എന്തൊരു മകനാണ് ഇയാൾ. അപ്പൊ സ്വാഭാവികമായിട്ടും മകൻ താഴെ ഇറങ്ങി, വാപ്പ കഴുതപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചു. അപ്പൊ ആളുകളുടെ സംസാരം, ഇയാള് എന്ത് വാപ്പയാണ്, ആ ചെറിയ കുട്ടിയെ ഇങ്ങനെ നടത്തിച്ചാണ്ട് ഇയാള് സുഖമായിട്ട് നടന്നു പോവുക. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും കഴുതപ്പുറത്ത് നടക്കാതെ, കഴുത സ്വതന്ത്രമായിട്ടും രണ്ടുപേരും പുറത്തു കയറാതെയും നടന്നപ്പോൾ ആള് എന്ത് വിട്ടികളാണ്, ഒരു കഴുത ഉണ്ടായിട്ട് അതിന്റെ പുറത്ത് കയറാതെയാണ് നടന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളുടെ തൃപ്തി, ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു സംഗതിയല്ല. ഒരാളെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുകയില്ല എന്നതാണ്. നമ്മൾ ഒരാളെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് എന്തു തന്നെ പരിശ്രമിച്ചാലും ശരി, അവസാനം സദ്യ കഴിച്ചിട്ട് ടൂത്ത്പിക്കിന് മൂർച്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതായിരിക്കും ആളുകളുടെ ഒരു നിലവാരം എന്ന് പറയാറുണ്ട്. അപ്പോ ആളുകളുടെ തൃപ്തി സമ്പാദിക്കുക എന്ന് പറയുന്നത് അത് ആപേക്ഷികമാണ്. ആളുകളുടെ സംതൃപ്തി നേടുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു സംഗതിയല്ല. അതേസമയം അള്ളാഹുവിന്റെ തൃപ്തി, ഇതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം റബ്ബിന്റെ തൃപ്തി കിട്ടുക എന്ന് പറയുന്നത് വളരെ ലളിതമായ, വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള ഓരോ നിമിഷങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ സംഗതിയാണ് ഈ പരിശുദ്ധ റമളാൻ. നമ്മളൊക്കെയും കഴിച്ചുകൂട്ടിയ ഈ പരിശുദ്ധ റമളാൻ എന്തിനു വേണ്ടിയാണ് നോമ്പെടുത്തത്? ഹലാലായ സംഗതി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കാൻ പറഞ്ഞു. വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റായ സംഗതിയല്ല. പക്ഷെ പടച്ചോൻ പറഞ്ഞു വേണ്ട, അള്ളാന്റെ തൃപ്തിയാ. വിശന്ന് നിൽക്കുമ്പോ തൊണ്ടക്കുഴിയിലേക്ക് ഉളുടുക്കുന്ന വെള്ളം, തണുത്ത വെള്ളം എത്തുമ്പോ നമ്മളാരും അത് ഇറക്കിക്കളയുന്നില്ല. അത് ഇറക്കി എന്നുള്ളത് കൊണ്ട് ആരും കാണാനും പോകുന്നില്ല. പക്ഷേ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല.
അങ്ങനെ ചിന്തകൾക്ക് പോലും കടിഞ്ഞാനിട്ടുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ നമ്മൾ കഴിച്ചു കൂട്ടുന്നത്, അല്ലെ? ചിന്തകൾക്ക് പോലും, ചിന്തിക്കുമ്പോ പോലും തെറ്റായ ചിന്ത വരും. അയ്യോ, നീ സ്വാഇം, ഞാൻ നോമ്പുകാരനാണ് എന്ന ബോധത്തിൽ നിന്ന് നമ്മൾ മടങ്ങി വരികയാണ്. എന്താ കാരണം? റബ്ബിന്റെ തൃപ്തിയാണ്. അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഒരു മാസം മുഴുവൻ മാറ്റിവെച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളും റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് അതൊരു പ്രയാസമുള്ള സംഗതിയല്ല എന്നതാണ്. അപ്പൊ ഈ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന വിഭാഗം ആരൊക്കെയാണ്? ധാരാളം ആ ഒരു ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള ധാരാളം വകുപ്പുകളെ നമുക്ക് അതിൽ കാണാൻ കഴിയും. അതിൽ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അള്ളാഹു ഇഷ്ടപ്പെട്ട സംഗതികൾ ചെയ്യുക എന്നുള്ളതാണ്. റബ്ബിന് ഇഷ്ടമാണോ നാം ചെയ്യുന്ന പ്രവർത്തനം? എന്റെ റബ്ബിന് ഇഷ്ടമാണോ? റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, അത് ചെയ്യുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക. നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നത്? ആരോടാണ് നമുക്കിഷ്ടം? നമുക്ക് ഇത്ര 4-5 മക്കളുണ്ട്. മക്കളിൽ ചില ആളുകളോട് നമുക്ക് ഇഷ്ടമുണ്ടാവാം. ആ പ്രകടിപ്പിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരാളോട് എന്തോ ഒരു സബ്ജക്ടിവിറ്റി കടന്നു വരാറില്ല. എന്താ കാരണം? ആ മകന് എന്നെ ഇഷ്ടമാണ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചോളം ക്ലാസ് റൂമിൽ 40ഓളം വിദ്യാർത്ഥികൾ, 50ഓളം വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലും ചില കുട്ടികളോട് ആ കുട്ടി എന്നെ അധ്യാപകനായി പരിഗണിച്ച്, ബഹുമാനിച്ച്, ആദരിച്ച്, സ്നേഹിച്ച് അനുസരിക്കുന്നു. ആ കുട്ടിയോട് എനിക്കിഷ്ടം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് ചെയ്യുക, അള്ളാഹു ചെയ്യണ്ട എന്ന് പറയുന്നത് മാറ്റിവെക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹറാമും ഹലാലും, ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഹറാമും ഹലാലും. ഹലാലുകളെല്ലാം ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മളൊക്കെ ചെയ്യുന്ന സംഗതി. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ്. നമ്മുടെ ശീലങ്ങളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ഇച്ഛകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല തെറ്റുകളും കയറി വരുന്നത് നമ്മുടെ ഇച്ഛകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുമ്പോഴാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ സംഗതി, അതാണ് റിളല്ലയുടെ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയിൽ കൊണ്ടുവരേണ്ടത്. റിളല്ല എന്ന് പറയുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ പരിചയപ്പെടുത്തുന്നത് വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികൾക്ക്, വിശ്വാസിനികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ഉറപ്പാണ് സ്വർഗം എന്ന് പറയുന്നത്. വമസാകിന ത്വയ്യിബത്തൻ ഫീ ജന്നാത്തി അദ്ൻ, അതുപോലെ തന്നെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ. എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനത്തിൽ വെക്കുന്നത് വറിളവാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ തൃപ്തി. അള്ളാഹുവിന്റെ സ്വർഗത്തെക്കാൾ ഉയരത്തിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഗതി. ഏറ്റവും വലുത് സ്വർഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ സ്വർഗത്തെക്കാൾ വലുതാണ്, അതാണ് റിളവാനും മിനല്ലാഹി അക്ബർ, അതാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള വിജയം എന്ന് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുന്നു. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്ന് പറയുന്നത് അത് അത്തരക്കാർക്കാണ് സ്വർഗമുള്ളത്. പക്ഷേ സ്വർഗത്തെക്കാൾ ഏറ്റവും ഉയർന്നതാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അതിന് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഹലാലുകളും ഹറാമുകളും അത് കൃത്യപ്പെടുത്തുക എന്നുള്ളതാണ്. റബ്ബിന് ഇഷ്ടമുണ്ടോ? അത് എന്റെ ഇടപാടുകളിൽ, എന്റെ സംസാരത്തിൽ, എന്റെ നോട്ടത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ മനനത്തിൽ, എന്റെ സാമ്പത്തിക ഇടപാടുകളിൽ, എന്റെ ബന്ധുമിത്രാദികളോടുള്ള ബന്ധങ്ങളിൽ, എന്റെ അയൽവാസികളോട്, എന്റെ കൂടെ ജീവിക്കുന്നവരോട്, സഹജീവികളോട് എന്താണ് നമ്മുടെ നിലപാട്? അതിൽ ഇത് കൃത്യപ്പെടുത്താൻ പറ്റണം. എന്നിട്ട് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട്, റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ. രണ്ടാമത് കിടക്കുന്നത് അവിടെയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി ഉള്ളത്. സഖ്തുല്ലാഹി ഫി സഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിന്റെ. ഈ റിളന്റെ തൊട്ടപ്പുറത്തന്നെ എന്തുകൊണ്ട്? കോപമുണ്ട്. ഇഷ്ടവും വെറുപ്പും പെട്ടെന്നുണ്ട് മാറി മറിയാൻ. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം അതില്ലെങ്കിൽ പിന്നെന്താണ്? അള്ളാഹുവിന്റെ വെറുപ്പാണ്, കോപമാണ്. അപ്പൊ റബ്ബിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി, റബ്ബ് തൃപ്തിപ്പെടുന്നവരുടെ ഒരു വിഭാഗം എന്ന് പറയുന്നത് റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ. മാതാപിതാക്കൾ ഇബാദത്തുകളിൽ വളരെ കണിശതയുള്ള ആളാണ്.
നമസ്കാരം, നോമ്പ്, സക്കാത്ത്, മറ്റു അമലുകളിലൊക്കെയും കണിശതയുള്ള ആളാണ്. ഇത്തിക്കാഫും തഹജ്ജുദും ഒക്കെയായി ജീവിതത്തിൽ പക്ഷെ സ്വന്തം മാതാപിതാക്കളോടുള്ള പെരുമാറ്റത്തിൽ അതിൽ പ്രശ്നം വന്നാൽ അള്ളാന്റെ തൃപ്തി കടക്കുന്നത് അവിടെയാണ്. അത് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഇത് പരിചയപ്പെടുത്തുമ്പോ വഖളാ റബ്ബുക അല്ലാ തഅബുദു നമുക്ക് ഏറ്റവും സുപരിതമായ സൂക്തമാണ്. പക്ഷെ അതിൽ വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്ന ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ബിൽ ഇഹ്സാൻ നന്മ ചെയ്യുക എന്ന് മാത്രമല്ല, ബിൽ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ആ ബാഇന് പറയാ ബാഇൻ മുബാശറ എന്നാണ്. നേരിട്ട് നന്മ ചെയ്യുക. മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട നന്മ അത് മക്കൾ നേരിട്ട് ചെയ്യേണ്ട നന്മയാണ്. അതിന് പകരം ഹോം നേഴ്സിനെ വെച്ചുകൊണ്ടോ മറ്റു സംവിധാനങ്ങൾ വെച്ചുകൊണ്ടോ ചെയ്യേണ്ടതല്ല. മാതാപിതാക്കൾ നമ്മെ നോക്കിയത് നേരിട്ടായിരുന്നു. അപ്പൊ മാതാപിതാക്കളെ നോക്കേണ്ടത്, അവരോടുള്ള കടമകൾ നിർവഹിക്കേണ്ടത് നേരിട്ടാണ്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി കിട്ടാതെ റബ്ബിന്റെ തൃപ്തി തേടുക എന്ന് പറയുന്നത് അത് ഒരു വിരോധാഭാസമാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ ഇഷ്ടം എന്താണ് അത് പരിഗണിക്കുവാൻ, അവരുടെ അടുത്തിരിക്കുവാൻ, അവരുടെ ചാരയിരുന്ന് സംസാരിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ, അവർക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുവാൻ, അവർക്ക് ചികിത്സ കൊടുക്കുവാൻ, ഇതിനൊക്കെ സമയം കാണുക, അവരെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. ഇതാണ് റബ്ബിന്റെ തൃപ്തിയുടെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ധാരാളം ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഷാക്കിറായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഷാക്കിറാവുക എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവനാവുക എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ഏറ്റവും വലിയ ഒരു അദ്ദേഹം ഒരു ഉമ്മത്താണ്, അദ്ദേഹം അതുപോലെ തന്നെ നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ കുറിച്ച് അടയാളപ്പെടുന്നത് അദ്ദേഹം ഷാക്കിറായിരുന്നു എന്നാണ്. ഷാക്കിറാവുക, ജീവിതത്തിൽ നന്ദി കാണിക്കുന്നവരായിട്ട് മാറുക. ഇന്നല്ലാഹ ലയർള അനിൽ അബ്ദി അൻ യഅകുലൽ അകല ഫയഹ്മദുഹു അലൈഹ. ആ നന്ദി കാണിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഗതി എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആത്മാർത്ഥമായി പറയുന്ന അൽഹംദുലില്ലാഹ് എന്നതാണ്. ഭക്ഷണം കഴിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന്റെ ഏറ്റവും താഴെയുള്ള, അതിലേറ്റവും എന്താ പറയാ, താഴെ കിടക്കുന്ന സംഗതിയാണ്. ജീവിതം മൊത്തം റബ്ബിന് നൽകുക, ഇതാണ് ഷാക്കിർ എന്ന് പറഞ്ഞാൽ. എനിക്ക് ജീവിതം നൽകിയ റബ്ബിനാണ് എന്റെ ജീവിതം മുഴുവനും. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം റബ്ബിനാ. ഇതാണ് ഷാക്കിർ. പക്ഷെ കഴിച്ച ഭക്ഷണം, ആ ഭക്ഷണം കഴിച്ച ഉടനെ അൽഹംദുലില്ലാഹ്. പലപ്പോഴും നമ്മളൊക്കെ ബിസ്മില്ല, ഇപ്പൊ റമളാൻ മാസത്തിലാണെങ്കിൽ അല്ലാഹുമ്മ ലക സുംതു അലാ റിസ്കിക ഇതൊക്കെ ചൊല്ലും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് പറയാൻ പലപ്പോഴും അപ്പോഴേക്കും അവിടെ നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും, ഓടും. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് ക്യൂ നിന്ന് ആ ക്യൂ നിൽക്കുന്നവരുടെ മേൽ തന്നെ മിസൈലുകൾ വർഷിച്ച്, ഗസയിൽ ക്യൂ നിന്നതിന് ശേഷം കുട്ടികൾ ഒരു കഷ്ണം റൊട്ടി മേടിച്ചിട്ട് ഇവര് പറയുന്നുണ്ട് അല്ലാഹുമ്മ ലക്കൽ ഹംദ് വലക ശുക്ർ. ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇനി അടുത്ത റൊട്ടി എപ്പോഴാണ് കിട്ടുക എന്നവർക്കറിയില്ല. അടുത്ത ഭക്ഷണം, അടുത്ത സഹായ ഹസ്തം എപ്പോഴാണ് അവരിലേക്ക് എത്തുക എന്നവർക്കറിയില്ല. എന്നിട്ട് ഇവർ പറയുന്ന ഒരു വർത്തമാനമാണ് ലക്കൽ ഹംദ് വലക ശുക്ർ. കുട്ടികൾ വരെ നമ്മള് അള്ളാഹുവിന് നന്ദി ശുക്ർ കാണിക്കണം എന്നുണ്ട്. ബിരിയാണി എന്നിട്ട് ഒരു ഐസ്ക്രീം കൂടി കിട്ടണം, സദ്യ ആണെങ്കിൽ പിന്നെ ഒരു പായസം കൂടിയും കിട്ടണം, ഇഫ്താർ ആണെങ്കിൽ സമൂസ നിർബന്ധം. നമ്മുടെ ശുക്റുകൾ എന്ന് പറയുന്നത് പലപ്പോഴും പരാതികളാണ് കൂടുതൽ വരുന്നത്. പരാതികളാണ്. ഇത്ര സ്വസ്ഥമായിട്ട് ക്ലാസ് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ആലോചിച്ചൊക്കെ സ്വർഗതുല്യല്ലേ ഈ ഇരുത്തം. ആകാശത്ത് കൂടെ മൂളിപ്പറക്കുന്ന മിസൈലുകളുടെ, ക്ലസ്റ്റർ ബോംബുകളുടെ, ബാലിസ്റ്റിക് മിസൈലുകളുടെ, ആകാശത്ത് എപ്പോഴും ഈ പ്രകമ്പനത്തിന്റെ ശബ്ദം. നമ്മുടെ സഹോദരങ്ങൾ വരെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ റമളാൻ കഴിച്ചു കൂട്ടുന്നത്. ഇറാനിലും ഫലസ്തീനിലും ഒക്കെയും അവരുടെ റമളാൻ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാ? അത്ര സ്വസ്ഥമായിട്ടാണ് നമ്മൾ ഈ പള്ളിയിൽ ഇരിക്കുന്നത്. നമുക്ക് ഈ എസിയുടെ ഈ മുരളലല്ലാത്ത മറ്റു അസ്വസ്ഥതകളില്ല. നമ്മൾ പറഞ്ഞോ അൽഹംദുലില്ലാഹ്.
പള്ളിയിലേക്ക് കയറുമ്പോൾ 5 വക്ത് നമസ്കരിക്കാൻ കയറുമ്പോൾ ഇത്ര സ്വസ്ഥമായിട്ട്. ഇമാം ഷാഫി പള്ളിയുടെ തകർന്നടിഞ്ഞ ചുവരുകൾക്കിടയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്, ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയുടെ രൂപം പോലും കൃത്യമല്ലാത്ത ഒരു പള്ളിക്കകത്ത് നമസ്കരിക്കുന്ന ഒരു ജനത ലോകത്തിന്റെ ഒരു വശത്ത് നിലകൊള്ളുമ്പോ ഇത്രയും സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളിലും ശാക്കിറാവുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ തൃപ്തി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മോട് പറഞ്ഞത്, ശാക്കിറാവുക. ആരോഗ്യത്തിൽ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് അവിടെ വേദന ഉണ്ട്, മുട്ടുകാല് വേദന ഉണ്ട്, എങ്ങനെയുണ്ട്? അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ ഖൈറല്ലേ? അൽഹംദുലില്ലാ. ഒരു മുട്ടുകാലൊരു വേദന ഉണ്ട്, ഊരക്കൊരു പിടുത്തുണ്ട്. അപ്പൊ ശരീരത്തിലെ എല്ലാ സന്ധികളിലും വേദന ഉണ്ടായിരുന്നെങ്കിലോ ഈ ഒരു സന്ധിയുടെ വേദനയെ മാത്രം നമ്മൾ എന്തിനാണ് പ്രൊജക്ട് ചെയ്യുന്നത്? അൽഹംദുലില്ലാ, എന്നാൽ എനിക്ക് പള്ളിയിൽ വരാൻ പറ്റുന്നുണ്ട്, നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, ഇബാദത്തുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാ. 80 വയസ്സുള്ള ഒരു അറബിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. 80 വയസ്സായി അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ലങ്സിന് പ്രശ്നമാണ്. അദ്ദേഹത്തിന് കേവലം ഒരാഴ്ച അവിടെ ഓക്സിജൻ കൊടുത്തതിന്റെ ബില്ല് കണ്ടിട്ട് ഇദ്ദേഹം കരയുന്നുണ്ട്. അപ്പൊ ആശുപത്രിക്കാർ പറഞ്ഞു, നിങ്ങൾ കരയണ്ട, ഇത് ബില്ലിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പറയാം. ഇദ്ദേഹം പറയുന്നത്, ഞാൻ ബില്ല് കണ്ടിട്ടല്ല കരയുന്നത്, ഈ 10 ദിവസം ഇവിടെയുള്ള ഈ ഓക്സിജൻ ശ്വസിച്ചതിന് നിങ്ങളിട്ട ബില്ലാണിത്. 80 വർഷം 5 പൈസ കൊടുക്കാതെ ഞാൻ ഉപയോഗിച്ച ഓക്സിജൻ റബ്ബിനോട് എങ്ങനെയാണ് ഞാൻ കണക്ക് പറയാം? അതുകൊണ്ട് കിട്ടിയ പലപ്പോഴും നമ്മൾ ചിന്തിക്കുക കിട്ടാനുള്ള അനുഗ്രഹങ്ങളിലാണ് നന്ദി കാണിക്കേണ്ടതെന്ന. പഠിച്ചവന് പ്രാർത്ഥിക്കും, പഠിച്ചവനെ എന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ, എന്റെ അസുഖം മാറ്റിത്തരണമേ, എന്റെ മക്കളെ കരകയറ്റനെ കുറേ പ്രാർത്ഥിക്കും. അത് കിട്ടുമ്പോ അൽഹംദുലില്ലാ. കിട്ടാനുള്ളതിനല്ല ശുക്ർ എന്ന് പറയുന്നത്, കിട്ടിയതിലാണ് ശുക്ർ. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, കേൾവിക്ക് കുഴപ്പമില്ല, കാണുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇങ്ങനെ കാര്യങ്ങളെ പോസിറ്റീവായി കാണുമ്പോഴാണ് ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും. എന്താ വർദ്ധിപ്പിച്ചു തരിക? അള്ളാഹ് എല്ലാം വർദ്ധിപ്പിച്ചു തരുന്ന. ശാക്കിറാവുക എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും, ആരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കും, ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും. അതിന്റെ പഠനത്തിൽ മനസ്സിലാക്കിയത്, ഒരാൾ കിട്ടുന്നതിനൊക്കെയും നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവനാണെങ്കിൽ അയാൾ സ്നേഹത്തിന്റെ ഹോർമോൺ വർദ്ധിക്കുന്ന, ഡോപ്പമൈൻ വർദ്ധിക്കുന്ന. എവിടെ പതെത്തിയത്? അള്ളാഹു വർദ്ധിപ്പിക്കുന്നു പറഞ്ഞത് മനസ്സിനൊരു സന്തോഷം, ആവേശം. എന്താ കാരണം? അൽഹംദുലില്ലാ പറഞ്ഞത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു അരിമണി, ഈ ബിരിയാണി എന്ന് പറയുന്ന നോവൽ വലിയ ചർച്ചയായതാണല്ലോ. ബസുമതി ആചാര്യ കല്യാണം നടത്തി, ചെമ്പ് കണക്കിന് ബിരിയാണി ബാക്കിയായ ബിരിയാണിക്ക് വേണ്ടി കുഴിയെടുക്കാൻ പറഞ്ഞു. ബംഗാളി കുഴിയെടുത്തു. ഇതെന്തിനാണെന്നുള്ളത് അറിയൂല. അങ്ങനെ പിന്നീട് അതിലേക്ക് ചെമ്പുകളിൽ ബിരിയാണി ഒന്ന് മറിയുന്നു. യജമാനൻ പറയാം, കാലുകൊണ്ട് ചവിട്ടി താഴ്ത്ത്. ഈ ബസുമതി അരിയുടെ മുകളിൽ കയറുന്നുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഗർഭിണിയായ തന്റെ ഭാര്യ എനിക്ക് ബസുമതി ബിരിയാണി വേണം എന്ന് പറഞ്ഞപ്പോ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് 50 ഗ്രാം ബസുമതി അരി മേടിച്ചു കൊടുത്തിട്ട് ഈ ഭാര്യ കടല പൊറിക്കുന്നത് പോലെ ഈ അരിമണി ഓരോ സമയത്ത് 2-3 അരിമണി എടുത്തിട്ട് തിന്നു. അങ്ങനെ അവർക്ക് ജനിച്ച മകൾക്ക് പേരിട്ടു ബസുമതി. പട്ടിണി കൊണ്ട് ഈ മകള് മരണപ്പെട്ടു. ഈ ബസുമതിയുടെ ബിരിയാണിയിൽ കയറി നിൽക്കുമ്പോൾ ഇദ്ദേഹം കരയുകയാണ്, മകളെ ഓർത്തിട്ട്. അവിടെ 50 ഗ്രാം ബസുമതി അരി കുറിച്ചെടുത്ത് കഴിച്ചതെങ്കിൽ ഇവിടെ ചെമ്പ് കണക്കിന് കുഴിയിൽ മൂടിയിരിക്കുകയാണ്. ഏതോ ഒരു ഗ്രാമത്തിൽ ഏതോ ഒരു കർഷകൻ കൊയ്തെടുത്തിട്ടുള്ള ഒരു അരിമണി എന്റെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു എനിക്ക് നിശ്ചയിച്ചതാണ് എങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് ആക്കി കളയുക? എനിക്കായിട്ട് വർഷം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് വീണ ഒരു ചെറിയ ഒരു കഷ്ണം പോലും അത് വൃത്തിയാക്കിയിട്ട് കഴിക്കും. കാരണം എല്ലാത്തിലും ബർക്കത്തുണ്ട്, എല്ലാത്തിലും ബർക്കത്തുണ്ട്. അപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ, അൽഹംദുലില്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅ, പ്രാർത്ഥനകൾ പഠിക്കാൻ എന്തൊരു റിസ്ക്കാണ് നമ്മൾ പറയാം.
ഒരു റിസ്ക്കും ഇല്ല. അത് പഠിച്ചോ നന്നതാണ് എന്ന് മനസ്സിലാക്കിയാണ് പഠിയും. ഇത് മുട്ടിപ്പോണം. ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തകർ പലപ്പോഴും പറയും, പല വീടുകളിലും പോയിട്ട് ദിവസങ്ങളോളം മൂത്രമൊഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട്. ജീവിതത്തിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ അവര് പറയണ്ട, എനിക്ക് മൂത്രമൊഴിച്ചാൽ മതി. എന്താ വേണ്ടത്? മൂത്രമൊഴിച്ചാൽ മതി. മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ പ്രശ്നമാണ് മലമൂത്ര വിസർജനം നേരാവണ്ണം അത് പോയിട്ടില്ല എങ്കിൽ നമ്മുടെ എന്താ പറയാ ശരീരത്തിന്റെ ആ ഒരു സിസ്റ്റം തകരാറിലായാൽ കഴിഞ്ഞില്ലേ, ദുനിയാവിൽ ഒരു സുഖത്തോടും താല്പര്യം ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ റാഹത്തായി നല്ല അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തോ ആവട്ടെ, നമ്മുടെ ജോലികളിൽ, നമ്മുടെ കൂലികളിൽ 10,000 ഉറുപ്പിയാണ് എന്താ കാണിക്കുക എന്നല്ല, 10,000 ഉറുപ്പ്യ ശമ്പളം ഇതുകൊണ്ട് നത്തൂലല്ലോ, അൽഹംദുലില്ലാഹ്. ഇത് കിട്ടിയില്ലേ. ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ ശമ്പളം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, അതിന്റെ കൂടെ ബോണസ് കൂടി കിട്ടിയാൽ നമ്മൾ അൽഹംദുലില്ലാഹ് പറയുള്ളൂ. ആ ശമ്പളം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ്, മറ്റു വരുമാന മാർഗങ്ങളിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ്. ഇതൊന്നും പോരാ. എനിക്ക് ലൗകാനൽ ഇബ്നു ആദമവാദിയാനി മിന അദ്ദഹബി ലബ്തഗാ സാലിസൻ. 2 കനകത്തിന്റെ താഴ്വരയുണ്ടെങ്കിൽ 3ാമത്തെ ഒരു താഴ്വര അവൻ ആഗ്രഹിക്കും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. ലാ യംലഉ ജൗഫഹു ഇല്ല തുറാബ്. അയാളുടെ ഉള്ളു മണ്ണല്ലാതെ നടക്കുകയില്ല. അത്യാഗ്രഹമാണ്. കിട്ടിയതിൽ സന്തോഷം. ആ ഒരു ഇനന്നഫ്സ്, സംതൃപ്തമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ. ഞാൻ വിട്ടുപോയി, എനിക്ക് എന്റെ ഭാര്യ ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, എന്റെ ഭർത്താവ് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, എന്റെ മക്കള് ഞാൻ കരുതിയ പോലെയല്ല, എന്റെ അയൽവാസികൾ എനിക്കിഷ്ടപ്പെട്ട അയൽവാസികളല്ല. അവിടെന്താ, ഞാൻ പെട്ടുപോയി, കുടുങ്ങിപ്പോയി. ഇങ്ങെന്താ ജീവിതം അങ്ങോട്ട് ജീവിച്ചു തീർക്കണേ. ഇങ്ങനെ പറയുന്നത് റബ്ബിനോടുള്ള നന്ദികേടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് കാണിച്ച വാത്സല്യമാണ്. ആ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആകുമായിരുന്നു, അയാളായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നു. ഒന്നും ആവൂല. നിന്നെ നിശ്ചയിക്കേണ്ട സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് ജന്മം നൽകിയെങ്കിൽ, നിനക്കതിനുള്ള കഴിവുകൾ നൽകിയെങ്കിൽ നിനക്ക് കൃത്യമായിട്ടൊരു ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി ചെയ്യുക. അൽഹംദുലില്ലാഹ്. അതാണ് അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നതുമായി ബന്ധപ്പെട്ട് ഇത് പറഞ്ഞു പോകുമ്പോൾ ധാരാളം പറഞ്ഞു പോകും, ഷാക്കിറാവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളതൊക്കെയും അള്ളാഹു നൽകിയതാണ്. കഷ്ടപ്പാടാണെങ്കിൽ പോലും അത് ആ കഷ്ടപ്പാടിൽ സഹിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പുറത്തിറങ്ങിയപ്പോ, രാത്രി, നമുക്കറിയുന്ന സംഭവമാണ്, രാത്രി പുറത്തിറങ്ങിയപ്പോ വിശപ്പ് കൊണ്ടാ പുറത്തിറങ്ങിയത്. അപ്പോ മറ്റൊരാള് ഇരുട്ടിലിങ്ങനെ വരുന്നുണ്ട്. ആരാണ് ഇത്? അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കറാണ്. താങ്കൾ എന്താ പുറത്തിറക്കിയത്? താങ്കൾ എന്താണോ പുറത്തിറക്കിയത് അത് തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. അവര് എവിടുന്നെങ്കിലും വല്ല ഭക്ഷണവും കിട്ടുമോ എന്ന് കരുതി മുന്നോട്ട് പോകുമ്പോ 3ാമത്തെ ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെയും പ്രശ്നം വിശപ്പാണ്. അങ്ങനെ ലൈറ്റ് കണ്ട വീട്ടിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ തോന്നുന്നു വീട്ടിൽ കയറി അവര് നന്നായിട്ട് ഭക്ഷണം കൊടുത്ത് അവർ കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനം ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു വചനമാണ്. ഏത് സന്ദർഭത്തിലാണ് അവർ പോണത്? വിശന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ നമുക്ക് ഉറക്കം വരാതിരിക്കല് പലപ്പോഴും ഈ ദഹനക്കേടിന്റെ പ്രശ്നമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല. അതേസമയം വിശന്നിട്ട് ഉറങ്ങാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമിക് സ്റ്റേറ്റിലെ ഏറ്റവും നമ്പർ 1, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയിട്ട് ഇത് കഴിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ ഈ കഴിച്ച ഈ അനുഗ്രഹം ഉണ്ടല്ലോ, പ്രശ്നം ചോദിക്കും, ഇത് അള്ളാഹു ചോദിക്കും എന്നാ. ഇതിന്റെ അപ്പുറം ഈ വിഷയം പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ എല്ലാ വിഷയത്തിലും, നമുക്ക് വീട് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വീട്ടില്, മക്കളെ നൽകുന്നെങ്കിൽ അതിൽ, നമുക്ക് സമ്പത്ത് നൽകേണ്ട അത്, കാറ് തന്നിട്ടുണ്ടെങ്കിൽ അത്. കാറ് തന്നവർ പള്ളിയുടെ മുമ്പിൽ സ്വപ്പിലുണ്ടാവും. കാർ എന്തിനാണെന്നത്? പെട്ടെന്ന് പള്ളിക്ക് എത്താനാണ്, സമയം കുറെ ലാഭിക്കാനാണ്, കാര്യങ്ങൾ ചെയ്യാൻ പെട്ടെന്നാവണം. അപ്പൊ ബാക്കിയുള്ള സമയം എന്താ? അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യാനാണ്. എല്ലാം അടച്ചോനാ. ഇങ്ങനെ ചിന്തിച്ചത് ഭയങ്കര രസമാണ്. അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയ എന്തിനാ? അനുഗ്രഹങ്ങൾ കിട്ടിയത് കൂടുതൽ റബ്ബിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നന്ദി ഉള്ളതാവുക എന്നുള്ളതാണ്. മൂന്നാമത്തേതായിട്ട് പറയുന്നത് സുന്നത്തിലുള്ള താല്പര്യം. സുന്നത്തിൽ താല്പര്യം ഉണ്ടാവും. ഫർള് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യും, അല്ലെ? സുബ്ഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ ഇത് നിസ്കരിക്കാത്ത ആരും ഇല്ലല്ലോ.
അതേസമയം അതിന്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളോ അതെനിക്ക് തോന്നുമ്പോൾ അത് സുന്നത്തല്ലേ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അത് പടച്ചോന് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. സമ്മാനം. നമുക്കൊരാള് സമ്മാനം തന്നാൽ നമുക്ക് അയാളുടെ ഒരു പ്രത്യേകമായ ഇഷ്ടം ഉണ്ടാവില്ലേ? അതിന് വിലയൊന്നും വേണ്ട. ചെന്നമംഗലിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ഉസ്താദ് എനിക്ക് അയാൾ നാട്ടിൽ പോയി വന്നപ്പോ, കോട്ടയത്ത് പോയി വന്നപ്പോ ഒരു 40 രൂപയുടെ ഒരു അത്തറും കുപ്പി വന്നു. ഞാൻ ആലോചിച്ചു, ഇയാളത് എന്തിനപ്പം എനിക്ക് തന്നത്? ചിരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ഹദിയയാണ്. അതിന്റെ കെട്ടും മട്ടോ അതിന്റെ പേപ്പർ ഡിസൈനോ വർക്കോ കാര്യങ്ങളോ ബോക്സോ ഒന്നുമില്ല. പക്ഷെ ഞാനത് ഈ സദസ്സിൽ പറയണമെന്നുണ്ടെങ്കിൽ എത്രയാണ് എനിക്ക് അതുകൊണ്ടുണ്ടായ ഒരു പോസിറ്റീവ് എനർജി. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കി, നമ്മുടെ മനസ്സിൽ അങ്ങനെ ആലോചിക്കുമ്പോൾ സമ്മാനം കിട്ടിയത്, സ്റ്റേജിന്മക്കാരി സമ്മാനം കിട്ടിയല്ലോ, സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ആരെങ്കിലും ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ. പണ്ടൊക്കെ രാജാക്കന്മാർക്ക് കാണിക്ക സമർപ്പിച്ചിരുന്നു. കൃഷിയൊക്കെ വിളവുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വീതം രാജാവിന് കൊണ്ടേ കൊടുക്കുക. ഏറ്റവും നല്ലതാണ് കൊണ്ടേ കൊടുക്കുക. ഏറ്റവും വലിയ തേങ്ങ, ഏറ്റവും വലിയ മത്തൻ, ഏറ്റവും വലിയ ചേന. എന്തിനാ? രാജാവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഫർള് എന്ന് പറയുന്നത് SLC പരീക്ഷയിൽ D+ എന്ന് പറയുന്ന പോലെയാണ് ഫർള്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക ആരാ? ഉള്ള A+ കിട്ടിയവരെ. എന്തുകൊണ്ടാ? അവർ കൂടുതൽ സമയം ഇതിനു വേണ്ടി കൊടുത്തു, അധ്വാനിച്ചു, പരിശ്രമിച്ചു. സുന്നത്ത് എന്ന് പറയുന്നത് ഐച്ഛികം എന്നാണ് നമ്മൾ പറയാം. ഇത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന സമ്മാനമാണ്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ ഫർള് എന്ന് പറയുന്നത് അള്ളാഹ്ക്കുള്ളതും സുന്നത്ത് എന്നുള്ളത് നബിക്കുള്ളതുമാണ്. അത് നബിക്കുള്ളതല്ലേ? അങ്ങനെ ഒരു ധാരണ വേണ്ടതില്ല. സുന്നത്ത് ഒക്കെ ഇബാദത്തുകളൊക്കെ പടച്ചവനുള്ളതാണ്. അത് കൽപ്പിച്ചതും അതിന് പ്രതിഫലം നൽകുന്നതും അള്ളാഹുവാണ്. പക്ഷെ നമുക്കൊരു ബി ഗ്രേഡാണ് സുന്നത്ത് എന്ന് പറയുമ്പോൾ ബി ഗ്രേഡ്. പക്ഷെ മുത്തക്കികളെ സംബന്ധിച്ചോളം ഫർള് നമുക്ക് കൂട്ടാൻ ഒരു വകുപ്പില്ല. ദുഹർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ 5 റക്അത്ത് നിസ്കരിക്കാൻ പറ്റും. പക്ഷെ അതേസമയം സുന്നത്തുകൾ അത്രയും വർദ്ധിപ്പിക്കാം. ഖിയാമുൽ ലൈൽ വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയയിൽ. ഇത് 11 റക്അത്താണോ 21 റക്അത്താണോ? കേരളത്തിലെ 2 പ്രബല സംഘടനകൾ തല്ലുകൂടാൻ തുടങ്ങിയിട്ടുണ്ട് റമളാനായപ്പോ. ഇതിനു വേണ്ടിയിട്ട് ഇത് റക്അത്തിന്റെ എണ്ണത്തിലല്ല കാര്യം, ഖിയാമിലാണ്, സുജൂദിലാണ് എന്ന് ആരാണ് പറഞ്ഞെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. നിൽക്കുക, സുജൂദ് ചെയ്യുക, ഇതാണ് ഖിയാമൻ ഖാമ റമളാന ഈമാനൻ വഇഹ്തിസാബൻ. നമ്മളെ സംബന്ധിച്ചോളം അത്തരം ഫിക്കുകളുടെ എന്താ പറയാ കടുംപിടുത്തമില്ല. എന്തുകൊണ്ടില്ല? ഇതൊക്കെ ഫിക്കാണെന്നുള്ളത് കൊണ്ടാണ്. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. ഇതൊക്കെയും നമസ്കരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സുന്നത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക. അപ്പൊ അള്ളാഹിന്റെ തൃപ്തി കിട്ടുവാൻ, അള്ളാഹുവിന്റെ സംതൃപ്തി കിട്ടുവാൻ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. സുന്നത്ത് പറയുമ്പോൾ സുന്നത്തുസ്കാരം മാത്രമല്ല കേട്ടോ. അതിൽ വളരെ സന്തോഷകരമായ ഒരു ഹദീസ്, ഒരാള് 12 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ ബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ പടച്ചോൻ അയാൾക്ക് ഒരു വീടുണ്ടാക്കുന്ന. 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ വീട് എവിടെയാ? സ്വർഗത്തിലാണ്. ഇവിടെ തന്നെ ഒരു വീട് കിട്ടിയ വലിയ സന്തോഷമല്ലേ? അള്ളാന്റെ സ്വർഗത്തിലെ വീട്. ഈ 12 റക്അത്തിനെ കുറിച്ച് എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ പറയാം. ളുഹറിന്റെ മുമ്പ് നിസ്കരിക്കുന്ന 4 നിസ്കരിക്കുക. അങ്ങനെ 10 സുന്നത്തുകളുടെ കൂട്ടത്തിൽ 2 കൂട്ടുക. ഇത് ചെയ്യേണ്ടുള്ള 5 മിനിറ്റ് അല്ലെ? 5 മിനിറ്റ് മതി. മാർജിനൽ ചേഞ്ചസ് എന്നാ പറയാം. ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ കിട്ടലുകൾ. നമ്മൾ നന്നാവാൻ അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് അതാ, മാർജിനൽ ചേഞ്ചസ്. ഇനി റമളാൻ കഴിഞ്ഞിട്ട് ഇതൊക്കെ പാട് ചെയ്യുന്ന ആരും തീരുമാനിക്കരുത്, ഉണ്ടാവില്ല. എല്ലാ റമളാൻ കഴിയുമ്പോൾ നമ്മൾ തീരുമാനിച്ചതാ. പിന്നെ കുറേശ്ശെ ചെയ്യുക. സുബഹിന്റെ സുന്നത്തിന് കിട്ടണില്ല, അപ്പൊ എന്ത് ചെയ്യണം? 10 മിനിറ്റ് നേരത്തെ ഇറങ്ങിയാൽ മതി. വീട്ടിൽ നിന്ന് ചെറിയ ചേഞ്ചാണ് കിട്ടുന്നതോ. സുബഹിന്റെ സുന്നത്ത് സ്ഥിരമായി എടുക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന സമ്മാനം ഈ ഭൂമിയിലുള്ള ദുനിയാവിലുള്ളതും അതിന്റെ അപ്പുറം. ഇത് കേട്ടപ്പോ വല്ലാത്ത അത്ഭുതം. എന്താ ചെയ്യേണ്ടതുള്ളൂ? 10 മിനിറ്റ്. ഒരു 10 മിനിറ്റ് ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്താൽ അള്ളാഹു കൊടുക്കുന്ന വലിയ സമ്മാനം. ഇങ്ങനെ സുന്നത്തുകളെ അധികരിപ്പിക്കുക. സുന്നത്തുകളിൽ നമുക്ക് സുന്നത്തുകളോടുള്ള നമ്മുടെ സമീപനം അത് തോന്നുമ്പോ തിരക്കിനനുസരിച്ച് എന്നതല്ല, പിന്നെ സുന്നത്തുകൾ ഇതിന്റെ ഭാഗമാണ്. അങ്ങനെ ആയിരിക്കണം അമലുകൾ എന്ന് പറയും. അപ്പോഴേ അതിലൊരു കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. ഈ ട്രെയിനൊക്കെ കണ്ടില്ല നിങ്ങൾ? സാവകാശം വന്ന് നിന്ന് പിന്നെ സാവകാശമാണ് പോവുക. നിസ്കാരം അങ്ങനെയാ, ചട്ടപ്പെട്ടവനെ അല്ല. വുളു എടുക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റണം, നമസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ പറ്റണം. നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇരിക്കണം, മൈൻഡ്ഫുൾ ആവുക എന്നാണ്. ചെയ്യുന്നത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. അപ്പൊ ഓരോ സുന്നത്തും നമുക്ക് നഖം മുറിക്കുമ്പോ, എങ്ങനെയും മുറിക്കാൻ പ്രശ്നമല്ല, നഖം മുറിയും. പക്ഷെ നമ്മുടെ വലതു കൈയിലെ ചൂണ്ടുവിരൽ മുറിച്ചുകൊണ്ട് ആരംഭിക്കും. പഠിച്ചതിന് ഇഷ്ടമാണ്.
അത് പടച്ചോന് ഇഷ്ടമാണ്. ആ മുറിക്കുന്നത് തന്നെ വെള്ളിയാഴ്ച രാവിലെ ആണെങ്കിൽ അത് ഇഷ്ടമാണ്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഇടതുകാല് വെക്കുക, അകത്തേക്ക് കയറുമ്പോ വലതുകാൽ വെക്കുക, ചെരുപ്പ് ധരിക്കുമ്പോ വലതുകാൽ വെക്കുക, ചെരുപ്പ് ഊരുമ്പോ ആദ്യം ഇടതുകാലിലേത് ഊരുക, എന്നിട്ട് വലതുകാലിലേത് ഊരുക, തുപ്പുമ്പോൾ ഇടതുഭാഗത്തേക്ക് തുപ്പുക, കിടക്കുമ്പോൾ വലതുഭാഗത്തേക്ക് കയ്യ് ഇങ്ങനെ വലതു കവിളിൽ വെച്ച് കിടക്കുക. ഒരു സെക്കൻഡ്, ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ മാറ്റിവെക്കാനൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ടല്ലേ മൈക്കൽ എച്ച് ഹാർട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ 100 ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്പർ 1 പ്രൊഫറ്റ് മുഹമ്മദ്. അപ്പൊ ഭയങ്കര പ്രശ്നമായി. എഴുതിയത് മുസ്ലിമല്ല, അമേരിക്കൻ എഴുത്തുകാരനാണ്. ഇദ്ദേഹം പറഞ്ഞത് പ്രവാചകനെ കുറിച്ച് ഇത് വലിയ പ്രശ്നം. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ 12 കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നൊന്നും മാറ്റിവെക്കാനില്ല എന്നാണ്. ഒന്നും മാറ്റിവെക്കാൻ. ഗാന്ധിജി ഏത് ഭാഗത്തേക്ക് കടന്നിട്ടാ ഉറങ്ങിയത്? ഗാന്ധിജി ഭക്ഷണം കഴിക്കുമ്പോ എന്താ ചൊല്ലിയത്? സോക്രട്ടീസ് എങ്ങനെയാ കുളിച്ചത്? നെൽസൺ മണ്ടേല എങ്ങനെയാ നടന്നത്? ഇതൊന്നും നമുക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പറ്റില്ല. അത് ആരും എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ അനക്കവും, പിന്നെന്തിനാണ് സുന്നത്തിനെ മാറ്റിവെക്കുന്നത്? ഈ ഇരുത്തത്തിൽ പോലും സുന്നത്തുണ്ട്. സദസ്സിലെ മര്യാദയായിട്ട് പഠിപ്പിക്കപ്പെട്ട സുന്നത്തുകളുണ്ട്. സംസാരത്തിൽ, നോട്ടത്തിൽ, ഇരുത്തത്തിൽ, ഭക്ഷണം കഴിക്കലിൽ, വലതിനെ മുന്തിക്കലിൽ. വലതിനെ മുന്തിക്കുക ഇതിപ്പോ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു കൈയില് വെള്ളം, മറുകൈയില് സ്നാക്സ്. ഇങ്ങനെ വലത് കൈ കൊണ്ട് കുടിക്കുകയും ഇടത് കൈ കൊണ്ട് തിന്നുകയും ചെയ്യുക എന്ന് പറയുന്ന ശീലം, നിന്നുകൊണ്ട് കഴിക്കുക, ഇത്തരം എന്താ പറയാ ദുരാചാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നു. സുന്നത്തുകളെ കുറിച്ച് പഠിക്കണം നമ്മൾ. ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക സുന്നത്താണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ജീവിതത്തിൽ എത്രയെത്ര അവസരങ്ങളാണ് അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ചെയ്താൽ അള്ളാഹുവിന്റെ തൃപ്തി കിട്ടും, സ്വർഗത്തെക്കാൾ വലുതാണ്. പിന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് സിദ്ദീഖീങ്ങളാവുക എന്നാണ്. സിദ്ദീഖീങ്ങളാവുക. സിദ്ദീഖ് എന്ന് പറയുന്നത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത റാങ്ക് ശുഹദാക്കളുടെ മുകളിലുള്ളത് സിദ്ദീഖീങ്ങളാണ്. സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവും റസൂലും പറഞ്ഞോ എന്നാ പിന്നെ നോ ഡൗട്ട്, പിന്നെ ഒരു സംശയമല്ല. അതിപ്പോ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിരിക്കണമെങ്കിലും ഈ കാലത്തേക്ക് അത് ഫിറ്റ് ആവുമോ? അല്ലെ, സ്വതന്ത്ര ചിന്തകരുടെ വാളുകളിൽ കയറി ചെന്ന് നമുക്ക് കാണാൻ പറ്റും. സ്വതന്ത്ര ചിന്താന്നാണ് പറയാ. പക്ഷേ ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഭൗതികതക്ക് അടിമപ്പെട്ട ഒരു സംവിധാനം, എത്തിസ്റ്റുകൾ, മുസ്ലിം നാമധാരികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ. എന്താ പ്രശ്നം എന്നറിയോ? ഇവർ പറയുന്നത് ഖുർആനായത്തെടുത്തിട്ട് നമ്മുടെ ചിന്ത കൊണ്ടാ, നമ്മളെ ബുദ്ധി കൊണ്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയത് പ്രവാചകന്റെ കാലത്താണ്. എന്തിനെ കുറിച്ചാണ് ഇറങ്ങിയത്? സൃഷ്ടിപ്പിനെ കുറിച്ച്, ബയോളജിയാണ്. സൈഗോട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എവിടെയുള്ളത്? നമ്മുടെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്ന രക്തപിണ്ഡത്തെക്കുറിച്ചും മാംസകഷ്ണം. വല്ല വിവരമുണ്ടോ അവർക്ക്? അന്ന് എന്ത് സ്കാനിങ് ആണുള്ളത്? ഇതിനകത്ത് നടക്കുന്നതിനെ കുറിച്ച് ശാസ്ത്രം ഇത്രയും 1900 ശേഷമാണല്ലോ ഇതൊക്കെയും. ഈ പറയുന്ന മോഡേൺ മെഡിസിന്റെ വളർച്ച എന്ന് പറയുന്നത് 1900 ശേഷം വന്നതാണ്. എന്നിട്ട് അന്ന് ഖുർആനായിട്ട് ഇറങ്ങിയിട്ട് സാഹിബുകൾ ഇതെന്താ സംഭവം? ഇല്ല, പഠിച്ചിറക്കിയതാണ്. അപ്പൊ അള്ളി റസൂലും പറഞ്ഞതാണോ എന്നാൽ ഓക്കെ, അതെന്റെ ജീവിതത്തിലേക്ക്. അതിൽ പിന്നെ സംശയമല്ല. ഈ ഹദീസ് ഈ കാലത്ത് ഫിറ്റാവോ? ആ ഖുർആനായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതിങ്ങനെയല്ലല്ലോ, ഈ കാലത്ത് അങ്ങനല്ലേ എന്ന ഒരു സംശയത്തിന് വക നൽകുക. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കിട്ടുവാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല എന്ന് പറയുന്നത്, ഇന്നലെ രാത്രി നിന്റെ നേതാവ് ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത്രേ എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ 40 ദിവസം യാത്ര ചെയ്യേണ്ട ദൂരത്തിനാണ് അക്സ എന്ന് പറഞ്ഞ അറ്റത്തുള്ളത്, ദൂരെ ഉള്ളത്. ഈ അക്സയിലേക്ക് പോയത്രേ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി അങ്ങനെ പറഞ്ഞോ? എന്നാ ശരിയാ, പ്രവാചകനല്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന് പറയാം. ഇത്രയും കാലം പറഞ്ഞതൊക്കെ ഞങ്ങൾ സഹിച്ചു. പക്ഷെ ഇപ്പൊ പറയുന്നത് തള്ളാണ്. അബ്ദുൽ കാബ് എന്ന് പേരുണ്ടായിരുന്ന
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബ്ദുള്ള എന്ന പേര് കൊടുത്ത് ഇസ്ലാമിലേക്ക് നേരത്തെ അബൂബക്കർ എന്നാക്കി, പിന്നെ ഒരു വാല് സിദ്ദീഖ്. ഈ സിദ്ദീഖ് ആവുക, നമുക്കിഷ്ടപ്പെട്ടത് ഏറ്റെടുക്കുകയും നമുക്കിഷ്ടപ്പെടാത്തത് തള്ളിക്കളയുകയും ചെയ്യുക എന്നതല്ല ഇസ്ലാം. ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടമാണെങ്കിൽ ഓക്കെ, എനിക്കിഷ്ടം. ഇസ്ലാമിന്റെ എല്ലാ കാര്യവും നമ്മൾ ചെയ്യും. സക്കാത്ത് കൊണ്ട് വരുമ്പോൾ ഭയങ്കര ചർച്ചയാണ്. ഞാനൊരു സ്ഥലത്ത് പോയിട്ട് സാമ്പത്തിക വിശുദ്ധി ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോ, അതിന് മുമ്പ് വേറൊരു വിഷയത്തിൽ അതിന്റെ കഴിഞ്ഞ വർഷം പോയി, അന്ന് ആർക്കും സംശയമല്ല, സക്കാത്തുള്ള ചർച്ച. പിന്നെ അവിടെ തുടങ്ങി അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് വേണോ, അതിന് സക്കാത്ത് വേണോ, ക്യാപിറ്റലിന് സക്കാത്ത് വേണോ, പിന്നെ മറ്റു വിളകൾക്ക് ഇങ്ങനെ സക്കാത്ത്. ഭയങ്കര സംശയം. ഇത് കൊടുക്കാൻ എന്താണ് വഴി എന്നല്ല, കൊടുക്കാതിരിക്കാൻ എന്താ വഴി എന്നാണ് നോക്കുന്നത്. കാരണം പോക്കറ്റിനെ ബാധിക്കുന്ന വിഷയമാണ്. ഇസ്ലാമിലെ ഒരു ഭാഗത്തെ മാത്രം എടുക്കുക എന്നുള്ളതല്ല, എല്ലാം അള്ളാഹ് കൽപ്പിച്ചോ എന്നാ പിന്നെ ഓക്കെ. ഇതാണ് സിദ്ദീഖീങ്ങളാവുക എന്ന് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. ഇങ്ങനെ കുറെ നമ്പർ നോക്കുമ്പോൾ കുറെ നമ്പറുകളുണ്ട്. അള്ളാഹിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങൾ. ആരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത്? വിധിയിൽ സമാധാനിക്കുക എന്നുള്ളതാണ്. വിധിയിൽ സമാധാനിക്കുക, അള്ളാഹുവിന്റെ വിധിയിൽ സമാധാനിക്കുക. എന്താണ് പഠിച്ചോനെ എനിക്ക് മാത്രം ഇങ്ങനെ, എന്താ ഞാൻ അങ്ങനെ കരകയറാത്ത പഠിച്ചോനെ? ഇങ്ങനെ പലപ്പോഴും പല ആളുകളും കരുതി വെക്കാറുണ്ട് അല്ലേ? പലപ്പോഴും അസുഖങ്ങൾ വരുമ്പോഴാണ്, രോഗം വരുമ്പോഴാണ്. എത്ര കാലമായത് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്, എത്ര ഡോക്ടർമാരെ. എന്താ പഠിച്ചോനെ എനിക്ക് എന്നും ഇങ്ങനെ പരീക്ഷണങ്ങൾ? ഇത് ഒരു യഥാർത്ഥ അടിമയെ സംബന്ധിച്ചോളം ഉണ്ടാവേണ്ട ഒന്നല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരുണ്യം എന്ന് പറയും. പക്ഷെ മാതാപിതാക്കൾക്ക് മക്കളോട് കാരുണ്യമല്ല, വാത്സല്യമാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ അടിമകളോടുള്ളത് എന്താണ്? ആ കാരുണ്യം സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ കാരുണ്യമാണ്. അള്ളാഹു നമ്മൾ അങ്ങനെ വെറുതെ ഒന്നും ചെയ്യൂല. നമുക്ക് വേണ്ടതേ തരുള്ളൂ, വേണ്ടത് വേണ്ട സമയത്തേ തരുള്ളൂ. ഞാൻ ദരിദ്രനാണെങ്കിൽ നിന്റെ അടുത്ത് കാശ് കിട്ടിയിട്ട് കാര്യമല്ല, നിനക്ക് ചെലവഴിക്കാറിയില്ല. അത് പഠിച്ചെടുക്കുക. അപ്പൊ നിനക്ക് സാമ്പത്തികമായിട്ട് നിനക്കല്ലെങ്കിൽ നിന്റെ മക്കളിലൂടെ അത് പഠിച്ചു തരും. നീ സമ്പന്നനാണെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് ഇത് നിന്റേതല്ല, ഇത് കൊടുക്കാനുള്ളതാ. ഇത് എന്റേതാണ് എന്ന് കരുതി വെച്ച് കാറുമിസം കാണിച്ചാൽ അത് പോവും. ഇതാണ് ധാരാളിത്തം എന്ന് പറയുന്നത്. വിധിയിൽ സന്തോഷിക്കുക. നമുക്ക് എന്താണോ കിട്ടിയത് എങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതാണ് എന്ന് മാത്രമല്ല, ഇത് റബ്ബിന്റെ വിധിയാണ് എന്ന് തീരുമാനിക്കുന്നവർക്കാണ്, അവർക്കാണ് ഏറ്റവും വലിയ തന്റേടവും ആർജവും ഉണ്ടാവുക. പരീക്ഷണങ്ങൾ കൊണ്ട് തകർന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് ഏറ്റവും ആദ്യം തകർന്നു പോകുന്നത് ഫലസ്തീൻ ജനതയാണ്. കൊള്ളാവുന്നൊരു ബിൽഡിംഗ് ഉണ്ടോ അവിടെ? നേരാവണ്ണത്തിലുള്ള ഒരു വീട് ഉണ്ടോ? ഒരു റമളാന്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ല, മഴ പെയ്തിട്ട് ചളിയായിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ തെർമോക്കോളിന്റെ ഷീറ്റ് വെച്ചിട്ട് അതിമ ഭക്ഷണം വെച്ചിട്ട് അവർ നോമ്പറക്കണത്. ഈ ഷീറ്റ് മറിച്ചിട്ട് മഴ അകത്താകെ വെള്ളം. പരാതിയുണ്ടോ? നമ്മളാണെങ്കിൽ പറയും ഇക്കൊല്ലം നീ നോമ്പില്ല. ഇവർക്ക് പരാതിയില്ല. ഇവർക്ക് പരാതിയില്ല എന്ന് മാത്രമല്ല, വെനിസ്വേലയിലെ പ്രസിഡന്റിനെ 2 മണിക്കൂർ കൊണ്ട് സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് കടത്തിക്കൊണ്ടുപോയിട്ടുള്ള ഒരു സാമ്രാജ്യത്തിന് 1948 മുതൽ പോരാട്ടം നടത്തിയിട്ടും ഗസയിലെ ചെറുപ്പത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഒരു തന്റേടം, ഈ ഒരു ആർജവം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ തന്നെ നിലകൊള്ളും. ആ വിധിയിലുള്ള സന്തോഷമല്ലേ. 12 വയസ്സുകാരിയായ ഫാത്തിമ പറയാൻ, എനിക്ക് 1000 ജന്മങ്ങൾ നൽകിയാൽ ഈ 1000 ജന്മത്തിൽ ഞാൻ പറയും ഗസയിൽ ജനിച്ചു വീഴണം. ഞങ്ങൾ സ്വർഗത്തിൽ ഗസ, സ്ട്രീറ്റ് ഗസ എന്ന് പറയുന്ന തെരുവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അള്ളാഹു കൊടുത്തതിലുള്ള സന്തോഷം. നമ്മളാണെങ്കിലോ ആ പ്രാരാബ്ദങ്ങളും പരാതികളും ഒക്കെ ഉള്ള ഒരു കുടുംബത്തിലാണെങ്കിൽ കഴിഞ്ഞു. വേറെവിടെങ്കിലും ഒന്ന് ജനിച്ചാൽ മതിയായിരുന്നു. എന്താണിത്? അതുകൊണ്ട് അവർക്ക് ലോകശക്തികൾക്ക് തകർക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇറാനും അമേരിക്ക ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ആരെ കുറിച്ചാണ്? പലസ്തീനെ കുറിച്ചാണ്. ആലോചിച്ച് നോക്കി. ഒരു നല്ല ആയുധം പോലും ഇല്ലാത്ത അവരാണ് തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം ഇത്രയും വലിയ പെർഫോമൻസ് കാഴ്ചവെച്ചത്. അള്ളാഹുവിന് ഇഷ്ടമാണോ അല്ലെ? അതുകൊണ്ട് അവരെ പരീക്ഷിക്കുന്നത്.
ഇപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത് നമ്മളെ മരത്തിന്റെ പലകയിൽ അടിക്കുന്ന ഒരു ആണിക്കുള്ള ഉറപ്പ് പോരാ ഒരു വിമാനത്തിന്റെ എഞ്ചിൻ ഉണ്ടാക്കുന്ന മെറ്റലിന്. അപ്പൊ അതിൻ്റെതായ പ്രോസസ്സുകൾ ഉണ്ടാവണം, ഇത്രയും ടെമ്പറാക്കണം, ഇത്രയും അത് ചൂടിൽ ഉരുക്കിയെടുക്കണം. അപ്പൊ ഇങ്ങനെ ഉരുകുമ്പോ ഇതെന്താ എന്നെ മാത്രം ഇങ്ങനെ ഉരുക്കണത്, മറ്റേ ആണി കണ്ടില്ല നിങ്ങള് ഇത്ര പെട്ടെന്നാ ഉണ്ടാക്കിയത്? ഇല്ല, നിന്റെ ദൗത്യം വലുതാ, നിനക്ക് ഭൂമിയിലൂടെ അല്ല ആകാശത്തും കൂടെ പറക്കണം. ഡ്യൂട്ടി വലുതാണെങ്കിൽ പരീക്ഷണം കൂടും. അപ്പൊ എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നമുക്ക് എന്തോ തരാൻ കരുതിയിട്ടുണ്ട്, എന്തോ ഒരു സന്തോഷം അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഹൈറ്, അത് ആ ഒരു ഹൈറ് കിട്ടാൻ വേണ്ടിയുണ്ട് ദിക്റും സബറുമാണ്. അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പറ്റുക, ഏതൊരു സന്ദർഭത്തിലും അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പറ്റുക, ദിക്റുണ്ടാവും. മർഹൂം സിദ്ദീഖ് ഹസൻ സാഹിബ്, അദ്ദേഹം അൽസ്ഫയിൽ കണ്ണോപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ റൂമിലേക്ക് കൊണ്ടുവരുന്നത് രാത്രി 11 മണിക്കാണ്. ശാന്തപുരം കോളേജിലെ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ കാത്തിരുന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവൻ ആലോചിച്ചു പിന്നെ ഒന്ന് ഉറങ്ങാലോ. അങ്ങനെ ഉറങ്ങി. 2 മണിക്ക് നോക്കുമ്പോണ്ട് റൂമിൽ ലൈറ്റ്. കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സിദ്ദീഖ് സാഹിബ് ബെഡിലിരുന്ന് കാണ്ട് ഖിയാമുൽ നിസ്കരിക്കുക. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിനിടയിൽ ദിക്ർ, പടച്ചവനെ ഓർക്കുക, കഷ്ടപ്പാടുകൾക്കിടയിൽ അള്ളാഹിനെ ഓർക്കുക, ഒരു വല്ലാത്ത ലെവലാണത്. നമ്മളെ മനസ്സിക്ക് വരൂല, അതൊക്കെ കേൾക്കുമ്പോ അത്ര സിമ്പിളല്ലേ, പക്ഷെ കഴിയണമെങ്കിൽ റബ്ബിനോടുള്ള സാമീപ്യം, അപ്പോഴാണ് സബറുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോ ഖബറിന്റെ അടുത്തിരുന്നിട്ട് ഒരു സ്ത്രീ കരയാണ്. ആകണ്ടായിരുന്ന കുട്ടി മരണപ്പെട്ടു. കരയാട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ പറഞ്ഞു, ഇല്ല പ്രവാചകർ, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇന്നമസ്സബ്റു ഇൻദ സുദ്മത്തിൽ ഊലാ. ഫസ്റ്റ് ഷോക്കിലാണ് സബർ വേണ്ടത്. ഫസ്റ്റിലാകെ തകർന്നിട്ട് പിന്നെ പിടിച്ചിരിക്കാന്നുള്ളതല്ല, പിന്നെന്താ, ഫസ്റ്റിലാകട്ട് കേൾക്കുമ്പോഴേക്കും അള്ളാന്റെ തീരുമാനം, അൽഹംദുലില്ലാഹ്, ഭാര്യ, ഭർത്താവ്, മക്കള് പെട്ടെന്ന് മരണപ്പെട്ടേക്കാം, പഠിച്ചവനൊക്കെ കഴിഞ്ഞല്ലോ, എന്റെ ജീവിതം എങ്ങനെ പോവും, അൽഹംദുലില്ലാഹ് അള്ളാഹ് തന്നതാ. വിധിയിൽ സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സംതൃപ്തി കിട്ടുവാൻ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ ഒക്കെയും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ അതൊക്കെയും വായിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ഭാഗമാക്കുക. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് എന്ന് അനൗൺസ്മെന്റിലൊക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കുകയുണ്ടായി. പെട്ടെന്നാണ് റമളാൻ കഴിഞ്ഞു പോകുന്നത്. ഈ റമളാൻ നമ്മൾ കഴിഞ്ഞു പോയ എല്ലാ ദിനരാത്രങ്ങളിലും നമ്മൾ അനുഷ്ഠിച്ച എല്ലാ അമലുകളും, നമ്മുടെ നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, നമ്മുടെ ഖിയാമുൽ ലൈലുകൾ, തിലാവത്തുകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ സ്വതക്കകൾ, നമ്മുടെ സക്കാത്തുകൾ, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിച്ച് അറിയിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളോടുകൂടിയാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. പടച്ചവനോട് എന്തൊക്കെ പറയാനുണ്ട്, പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തേട്ടങ്ങളൊക്കെയും നീ കേൾക്കണമേ തമ്പുരാനെ. നോമ്പുകാരനും നിനക്കും ഇടയിൽ മറയില്ല എന്നാണ് പഠിപ്പിക്കപ്പെട്ടുള്ളത്. പടച്ചവനെ, നിങ്ങളുടെ ആവശ്യങ്ങളെ നീ സ്വീകരിക്കണം തമ്പുരാനെ. നിങ്ങളുടെ പ്രയാസങ്ങൾ നീ നീക്കിത്തരണമേ തമ്പുരാനെ. ശാരീരികമായി, ആരോഗ്യപരമായി, സാമ്പത്തികമായി, മാനസികമായി, കുടുംബപരമായി, സന്താന സൗഭാഗ്യമില്ലാതെ, കടബാധിതനായി, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പരിഹരിക്കുവാൻ ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു തരണമേ തമ്പുരാനെ. ബുദ്ധിമുട്ടുകൾ നീക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ, സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. അവർക്ക് ചുറ്റും ജാഹിലിയത്തിന്റെ, ഇബ്ലീസിന്റെ, പിശാചിന്റെ കഴുകക്കണ്ണുകളുമായിട്ട് ലിബറലിസവും പുതിയ കാലഘട്ടത്തിലെ എല്ലാ തമ്മാടിക്കൂട്ടങ്ങളും അവർക്ക് ചുറ്റുമുണ്ട്. അല്ലാഹുവേ, ഈമാനിന്റെ കരുത്ത് കൊണ്ട്, ഖുർആനിന്റെ കരുത്ത് കൊണ്ട് പിടിച്ചു നിൽക്കുന്ന മക്കളെ അല്ലാഹു ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ പെൺമക്കളെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ യുവാക്കൾക്ക് പക്വതയും വിവേകവും ഇസ്ലാമികമായിട്ടുള്ള ആവേശവും നേതൃബോധവും നൽകി അവരെ നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളെ, ഞങ്ങളുടെ തുണകളെ നീ അനുഗ്രഹിക്കണമേ. ഏറ്റവും നല്ല കുടുംബത്തെ പടുത്തുയർത്തുവാൻ അവർക്കതിനുള്ള ഇൽമ്, അറിവ്, വിവേകം നൽകി
അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും നീ സ്വീകരിക്കണമേ. ധാരാളം പാളിച്ചകൾ, ധാരാളം തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് കണ്ണുകൾ നിറച്ച് അള്ളാഹുവിനോട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല അത്രയും ദിവസങ്ങളായിട്ട്. റബ്ബേ, ഈമാനിന്റെ കരുത്തിൽ, ഈമാനിന്റെ ബലത്തിൽ ഞങ്ങളുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ, ഓഫ്ലൈനിലും ഓൺലൈനിലും ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും ഞങ്ങൾ ചെയ്തു കൂട്ടിയ നിനക്കിഷ്ടപ്പെടാത്ത എന്തൊക്കെയോ കർമ്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പഠിച്ചോനെ. അള്ളാഹു നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കിതൊക്കെയും കൊടുത്തു തരണമേ തമ്പുരാനെ. ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഞങ്ങളുടെ മക്കള്, സഹോദരങ്ങൾ, അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് അവർ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾക്ക് മുമ്പേ എത്തിയവരാണ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കണമേ. ഈ പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ, ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് തേടാനുള്ളത് ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമെന്ന് തമ്പുരാനെ. നമ്മുടെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ മഹലിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ധാരാളം ആളുകൾ അള്ളാഹുവിലേക്ക് യാത്രയായി. ഈ പള്ളിയിൽ ഇരിക്കുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നമ്മുടെ ജനാബ് മർഹൂം ഹൈദരലി സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ അഫ്സൽ മാഷ് തുടങ്ങിയ ധാരാളം ആളുകൾ. അവരൊക്കെ പള്ളിയിലെ ഏറ്റവും നിറഞ്ഞ സാന്നിധ്യങ്ങളായിരുന്നു. അള്ളാഹുവെ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, പുണ്യങ്ങളൊക്കെയും അവരിൽ സ്വീകരിച്ചും അവർക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ. ഇതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന്, നമ്മുടെ മഹലിൽ നിന്ന് നിന്നിലേക്ക് എത്തിയിട്ടുള്ള ധാരാളം ആളുകൾ അല്ലാതെ അവർക്കൊക്കെയും സ്വർഗം കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണം തമ്പുരാനെ. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. മമ്മണ്ണി മൗലവിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ജനതയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഈ പ്രബോധനത്തിൽ ഉത്തരേന്ത്യയിലെ ഒരു കിണറിനെ കുറിച്ച് എഴുതുന്നത്, ഒരു കിണർ കൊണ്ട് ഒരു ഗ്രാമം രക്ഷപ്പെട്ട കഥയാണത്. അങ്ങനെ വിഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ കേരളത്തിലും ഇന്ത്യയിലെയും അനാഥ മക്കൾക്ക് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ഒന്നും ഉണ്ടാക്കാതെ സമൂഹത്തിന്, ഉമ്മത്തിന് വേണ്ടിയിട്ട് ജീവിച്ചൊരു മനുഷ്യൻ. അല്ലാഹുവേ, മമ്മുണ്ണി മൗലവിക്ക് ആരോഗ്യം, അദ്ദേഹത്തിന് പ്രയാസങ്ങൾ ശിഫയാക്കി, അദ്ദേഹത്തിന് ആഫിയത്ത് ഒക്കെയും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധ റമദാനിനെ സ്വീകരിച്ച് നാളെ നിന്റെ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ മതാ നിങ്ങൾ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ലോകത്ത് എന്നും ഇസ്ലാമും കുഫറും തമ്മിലുള്ള പോരാട്ടമാണ്. അത് ഇന്ത്യൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വംശഹത്യക്ക് വേണ്ടി ചുട്ടെടുക്കപ്പെടുന്ന നിയമങ്ങളുടെ നിഴലുകളിലാണ് ഞങ്ങളൊക്കെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാരത്തിന്റെ കൊലപാതകം, മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊലപാതകം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പേരുടെ മരണം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇങ്ങനെ മുസ്ലിമായി എന്നുള്ളതിന്റെ പേരിൽ ജീവിക്കാൻ കഴിയാതെ പോകുന്ന ഒരു കച്ചവടക്കാരനെ ക്രൂശിച്ചത് നമ്മൾ കാണുകയുണ്ടായി. അള്ളാഹുവെ, നിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങളായിട്ട് ജീവിക്കുവാൻ അതാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് അനുകൂലമായ ഭരണാധികാരികളെ, ഭരണകർത്താക്കളെ നൽകിയിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മർദ്ദകർ, ചൂഷകർ, അക്രമികൾക്ക് അറുതി വരുത്തണമേ തമ്പുരാനെ. ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഒരു ഭാഗത്ത് ഇസ്ലാമിക രാജ്യങ്ങളെയും ഇസ്ലാമിനെയും തകർക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി വിശാലമായ മാപ്പുണ്ടാക്കി അമേരിക്കയും ഇസ്രായേലും നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് ക്രൂരതയാണ്. അല്ലാഹുവേ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സൈന്യത്തെ നീ തകർക്കണമേ തമ്പുരാനെ. അവരുടെ കുതന്ത്രങ്ങളെ നീ പാഴാക്കിക്കളയണം തമ്പുരാനെ. ഇസ്ലാമിക സൈന്യത്തെ നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا كامل الحاجات. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين. آمين آمين برحمتك.